ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ അടുത്ത 6 മാസത്തിലേക്ക് നടക്കാൻ പോകുന്ന 3 ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മാറ്റിമറിക്കുന്ന 3 ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താങ്ക് യു സോ മച്ച്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അല്ല, നിങ്ങൾ ഓൾറെഡി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക്. ഒരുപാട് സന്തോഷം വീണ്ടും റീകണക്ട് ചെയ്യുന്നതിൽ. പിന്നെ ഇതൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന വേറൊന്നുമില്ല, നിങ്ങളുടെ കറണ്ട് എനർജി ആയിരിക്കും ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് ഇത് റെസണേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതി. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്താ പറയുക കണക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, എന്താ ഈ റീഡിങ് എന്നുള്ളൊരു തോട്ട് വരും. ഓക്കെ, നിങ്ങളുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനായിട്ട് ഇത് മാച്ചിങ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഡെഫിനറ്റ്ലി സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ റീഡിങ് കൊണ്ടുവന്നിരിക്കുന്നത്. ട്രസ്റ്റ് ചെയ്യുക, കാണുക. സോ നമുക്ക് ആദ്യം എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കറണ്ട് എനർജിയാണ്. സ്പിരിറ്റ് താങ്ക് യു വെരി മച്ച് സ്പിരിറ്റ് ഗൈഡ്സ്. ആർക്കേഞ്ചൽ മൈക്കൽ സ്പിരിറ്റ് താങ്ക് യു. നമുക്കറിയേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരുടെയും എനർജിയാണ് സ്പിരിറ്റ് ഗൈഡ്സ്. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഓൺ പോയിൻ്റ് ആണ്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ കാർഡ് വന്നാൽ യെസ് ഇതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു, അത് ഞാൻ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. പിന്നെ നിങ്ങൾ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ വളരെയധികം ഇമോഷണലി ബാലൻസ്ഡ് ആണ്. ഇമോഷണലി ബാലൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചില ആൾക്കാർ പെട്ടെന്ന് ഇമോഷണലായി പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഓക്കെ, ചില ആൾക്കാരാണെങ്കിൽ ഇല്ല, എത്ര റിയാക്ഷൻ ഒരു സിറ്റുവേഷന് കൊടുക്കണം, അല്ലെങ്കിൽ എത്രത്തോളം ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്ര കാര്യം പറയണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാം. ആവശ്യമില്ലാത്ത കാര്യത്തിന് ചുമ്മാ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഒന്നുകിൽ നിങ്ങളുടെ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുടെ എനർജി, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആവാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദർ ഫിഗർ, ഓക്കെ, ഹസ്ബൻഡ്, അങ്ങനെയുള്ള ആരുടെയെങ്കിലും എനർജി ആയിരിക്കും. ഇത് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഇസ് ലൈക്ക് കിങ് ഓഫ് കപ്സ് ആണ്. നെക്സ്റ്റ് ഇസ് ഹാങ്ഡ് മാൻ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഓക്കെ, സ്റ്റക്കാണ്. നിങ്ങൾക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അടുത്ത ജോബ് റിലേറ്റഡ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം എന്നറിയില്ല, നിങ്ങളുടെ ലൈഫിന് എങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരുപാട് രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നു, പക്ഷേ മൂമെൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല, സ്റ്റക്കാണ്. ചില ആൾക്കാർക്ക് ഇത് ഒരു ചെറിയ ടൈപ്പ് ഓഫ് അവേക്കണിങ്, നിങ്ങളുടെ റീസെൻ്റ്ലി എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അവേക്കണിങ്ങിലൂടെ ഗോ ത്രൂ ചെയ്ത്. അവേക്കണിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താണ്, എല്ലാ 7 ചക്രാസും എന്താ പറയുക, റൂട്ട് ടു ക്രൗൺ വരെയുള്ള എന്താ പറയുക, നമ്മൾ പറയില്ലേ ചക്ര അവേക്കണായി എന്നൊക്കെ പറയുന്നത്. ആ അവേക്കണിങ് ആവണമെന്നില്ല, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ആവാം. ഓക്കെ, നമ്മുടെ ലൈഫിനെ കുറിച്ച് ഇത്രയും നാൾ വിചാരിച്ചെന്നായിരിക്കില്ല, നമുക്ക് ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൊമെൻറ്റിൽ വെച്ച് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ആകുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ പണ്ട് പോലെ കേട്ട് വരുന്ന, എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്ന്, പണ്ട് പോലെ കേൾക്കുന്ന പൈസ അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, എന്തൊക്കെയോ പ്രശ്നം വരും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന പൈസയായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ചിലർക്ക് ഇപ്പം റീസെൻ്റ്ലി വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ പൈസ അങ്ങനെ ഒരു സംഭവം അല്ല, അതൊരു എനർജിയാണ്. ഓക്കെ, നമ്മളത് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തിരിച്ച് വരും. ഓക്കെ, നമുക്ക് ചില ആൾക്കാർക്ക് സ്പെൻഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, സ്പെൻഡ് ചെയ്ത പൈസ തീർന്നല്ലോ എന്നുള്ളതാണ്. അതല്ല, നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പം നിങ്ങളുടെ പുതിയൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓരോ രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും താങ്ക് യു യൂണിവേഴ്സ്, കാരണം നമുക്ക് ഈ പൈസയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ തരുന്നത് യൂണിവേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച്, അതിപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, ഒരു പേഴ്സണെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ആകും. ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് വന്നിട്ടുണ്ട് റീസെൻ്റ്ലിയെങ്കിലും. ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അടുത്ത റീസെൻ്റ്ലി എപ്പോഴെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം, ഓക്കെ, വിഷ് ഫുൾഫിൽമെൻറ്റ്, നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഹാപ്പി ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം റീസെൻ്റ്ലി നടക്കുകയോ ഒക്കെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറയും ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഒന്നും നടക്കുന്നുണ്ടാവില്ല, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ടപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ റിയാലിറ്റിയിൽ വരികയോ ഒക്കെ ചെയ്യുന്ന ചിലർക്ക് അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ. ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ്.
ഞാനിപ്പോൾ പറഞ്ഞ മണി സിറ്റുവേഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടാണ് എൻ്റെ ഫ്യൂച്ചർ ഇനി എന്താവും എന്നുള്ള രീതിയിൽ ഡൗട്ട് അടിച്ചപ്പോഴും ഇരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. സ്പെൻഡിങ് എന്ന് പറയുന്നതേ ചിന്തിക്കുമ്പോൾ പ്രശ്നമാണ്. പിന്നെ പൈസ നമ്മൾ വിചാരിക്കുന്നിടത്ത് വരുന്നില്ല. വരുന്നത് മാത്രമല്ല, എല്ലാം സ്റ്റക്കാണ്. നമ്മൾ ആഗ്രഹിക്കും ഇന്നിപ്പം ഈ പൈസ വരും, അല്ലെങ്കിൽ ഈ രീതിയിൽ പൈസ മാനേജ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നടക്കുന്നത്, പക്ഷേ നിങ്ങളുടെ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ, അതായത് മണി റിലേറ്റഡ് സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറി നിങ്ങൾ ക്യൂൺ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയിലിട്ട് വന്നു തുടങ്ങി. അതായത് എനിക്ക് മണി മാനേജ് ചെയ്യാൻ അറിയാം, മണി ഇതാണ്, ഓക്കെ, മണി ഇതാണ്, ഇങ്ങനെയാണ് ഞാൻ അതിനെ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, എൻ്റെ റിലേഷൻഷിപ്പ് അതുമായിട്ട് അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലേഡി എനർജിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് റിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൺഫർമേഷനാണ്. അത് മാത്രമല്ല, റീസെൻ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലേഡി എനർജിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ റിസോൾവ് ആയി. അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് റിസോൾവ് ആയി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഫൈനൽ കാർഡ് ഫോർ കറണ്ട് സിറ്റുവേഷൻ. നിങ്ങൾ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ആരെങ്കിലും ട്രാവലിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, എവിടെയെങ്കിലും പുറത്ത് പോവുക, പഠിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോവുക, സെറ്റിലാവുക, പുറത്ത് പോവുക, ജോബ് ചെയ്യുക, ഇങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻ ചേഞ്ച് ആകുന്നു. നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീനെ ഒന്നുകിൽ നിങ്ങൾ ഇതിനു വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്ന കാണില്ല, നിങ്ങൾ അതിന് വേണ്ടുന്ന പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇനി ഇപ്പം മുതൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റ്സ് മുതലോ അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഒക്കെ മുതൽ ഇതിന് വേണ്ടുന്ന റിയാലിറ്റിയിൽ ചേഞ്ചസ് വരിക. അതായത് നിങ്ങളുടെ വിസയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ പുറത്തോട്ട് പോകുന്നതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് അറിയാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഈ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആയത്. ഓക്കെ, നിങ്ങൾ റെഡി അല്ലെങ്കിൽ ഇത് വരില്ല കേട്ടോ, നിങ്ങളുടെ കണ്ണിൽ കാണില്ല. സീരിയസ്ലി ഞാൻ പറഞ്ഞതാണ്. കാരണം ഞാനും ഒരുപാട് ടാരോ റീഡിങ്സ് കാണുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ചില റീഡേഴ്സിൻ്റെ എനിക്ക് കാണാൻ കണക്റ്റ് ആവാറില്ല. ചില റീഡേഴ്സിൻ്റെ തന്നെ എനിക്ക് കണക്റ്റ് ആവുന്നതാണെങ്കിൽ പോലും അതെനിക്ക് കേൾക്കാൻ എനിക്കിഷ്ടം ഉണ്ടാവാറില്ല. ഞാൻ കേൾക്കാറില്ലാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് എനിക്ക് എന്തൊക്കെ അറിയാമെന്നുണ്ടെന്ന്. ഒരിക്കലല്ല, ഞാനത് കേൾക്കാൻ റെഡിയാവാത്തതുകൊണ്ടാണ്. മനസ്സിലായ അത് കുറച്ചാൾ കഴിയുമ്പോൾ പിന്നെയും എൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ സെയിം വീഡിയോ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ അപ്പോൾ എന്താ പറയുക, എൻ്റെ ഇൻറ്റ്യൂഷൻ, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഗൈസ്. ഇത് നിങ്ങൾ കേട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ് ഉണ്ടാവും, ലൈക്ക് ഇതെൻ്റെ മെസ്സേജാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ ആ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. കാരണം ഇതെല്ലാം നമ്മുടെ ഇൻറ്റ്യൂഷനാണ്, നമ്മുടെ എനർജിയാണ്. ഇവിടെ ഞാൻ റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക, റീഡിങ്സ് കേൾക്കുക. നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന 3 ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന്. സ്പിരിറ്റ് എനിക്കറിയേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് എന്തൊക്കെയാണ് സ്പിരിറ്റ്. ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ്. വാവ് വാവ്. ട്രാവൽ 100%. ട്രാവൽ ആൻഡ് ഫാമിലി. അഡീഷൻ ഇൻ ഫാമിലി. ചില ആൾക്കാർക്ക് ഇവിടെ അഡീഷൻ ഫാമിലി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു മാരേജ് അല്ലെങ്കിൽ മാരീഡ് റിലേഷൻഷിപ്പിൽ പോകാൻ പോവാണ്. അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ്. ഓഫ് കോഴ്സ് അത് ലൈഫ് നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് വരിക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റിമറിയുന്ന ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് അല്ലേ. എനിക്കിവിടെ ഒരുപാട് എനർജീസ് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഈ 2 കാർഡിലും എനിക്ക് ഇത് തന്നെയാണ് മെയിൻ എനർജി. ലൈക്ക് നിങ്ങൾ ട്രാവൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്രാവൽ 100% നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തോട്ട് പോകാൻ കുറച്ച് നാളുകൊണ്ടേ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്രസ്റ്റ് ചെയ്യുക, വിത്തിൻ 6 months നിങ്ങൾ പുറത്തായിരിക്കും, വിദേശത്തായിരിക്കും. ഓക്കെ, അത്രയും എനർജിയാണ്. കാരണം ചാരിയറ്റ് കാർഡും എനിക്ക് ഈ പറഞ്ഞ പോലെ ട്രാവലിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. വേൾഡ് കാർഡ് ദ കംപ്ലീഷൻ്റെ കാർഡാണ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്, ഞാൻ എപ്പോഴും വേൾഡ് കാർഡിനെ കാണുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എൻഡ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ റിയാലിറ്റീസ് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ പല ആൾക്കാരിലും ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു പർട്ടിക്കുലർ കാര്യം വിത്തിൻ 6 months. അതിപ്പം നിങ്ങളുടെ ലൈഫിൽ കോൺഫിഡൻസ് കുറവായിരുന്നു, കോൺഫിഡൻസ് ഇല്ല പല കാര്യങ്ങൾ ചെയ്യാൻ. പല കാര്യങ്ങളും നമുക്ക് ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയണം എന്നുണ്ട്, പക്ഷേ അത് പറയാനുള്ളൊരു ധൈര്യക്കുറവുണ്ട്. പക്ഷേ അതെല്ലാം മാറും കേട്ടോ. നെക്സ്റ്റ് 6 months നിങ്ങളുടെ ആ ധൈര്യക്കുറവ്, കോൺഫിഡൻസ് കുറവ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും നിങ്ങൾക്ക് പല കാര്യങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരികയും. നമ്മൾ പറയില്ലേ ഈ പറഞ്ഞ ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ആരടുത്ത് എന്ത് പറയുന്നതിനോട് ഒരു ഇതുമില്ല എന്ന് വെച്ചാൽ പറയണം എന്ന് പുള്ളിക്കാരത്തിക്ക് തോന്നിയാൽ പുള്ളിക്കാരത്തി പറയും.
അതിലിനിയിപ്പോൾ ആർക്ക് എന്ത് ഫീൽ ചെയ്യും അല്ല മറ്റേയാൾ എന്ത് രീതിയിൽ എടുക്കും അതൊന്നും ആ പുള്ളിക്കാരത്തെ ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പം ഇവിടെ 100% ട്രസ്റ്റ് ചെയ്യുക. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ട്, അതുപോലെ ക്യൂൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, എങ്ങനെ ചെയ്യണം എന്നറിയില്ല. കാരണം ഇത്രയും ഹാപ്പി എനർജിയിലേക്ക് മാറുകയാണ്. എന്നുവെച്ചാൽ ഭയങ്കര എനിക്കിതിനകത്ത് വരുമ്പോൾ ചൈൽഡ് ലൈക്ക് എനർജി നമ്മൾ പറയില്ലേ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ലൈക്ക് നമുക്ക് എപ്പോഴും വേണ്ടുന്നൊരു എനർജി ചൈൽഡ് ലൈക്കാണ്. മറ്റുള്ളവരടുത്ത് നമുക്ക് എല്ലാവർക്കും നമ്മൾ ഓരോരുത്തരും ലൈഫ് സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരാണ് അല്ലേ. പല ആൾക്കാരും നമ്മുടെ അടുത്ത് പല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും അവർക്ക് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് വഴക്ക് പറഞ്ഞ് ഇവനൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് അത് കഴിയുമ്പം അവർ ബാക്ക് ടു നോർമൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വര ഇവർക്ക് ഞാൻ ഇത്രയും പറഞ്ഞു ഒന്നും മനസ്സിലായില്ലേ, ഞാൻ ഇത്രയും വഴക്ക് പറഞ്ഞില്ല, അത്ര കൂളായിട്ടാണല്ലോ തിരിച്ചു വരുന്നത്. അവരുടെ മനസ്സിൽ ഗ്രഡ്ജസ് എന്ന് പറഞ്ഞ സാധനമില്ല, നമ്മുടെ ഉള്ളിൽ വെച്ചിരുന്ന് പെരുമാറുക. നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞില്ലേ, ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ പേഴ്സ്പെക്റ്റീവ് 100% ചേഞ്ച് എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ പറഞ്ഞുകൊണ്ട് പോട്ടെ, അവരെ വിവരക്കേട്, അല്ലെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് ഈ രീതി ബിഹേവ് ചെയ്തുകൊണ്ട് പോട്ടെ. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. മനസ്സിലായ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റിനുള്ള എല്ലാ ആൾക്കാർക്കും നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇഷ്ടമൊന്നുമല്ല റിയാലിറ്റിയിൽ. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അത് നമ്മൾ പറയില്ലേ, നമ്മൾ ഓരോരുത്തരെയും ലൈഫ് പർപ്പസിനകത്ത് വരുന്നൊരു സാധനം തന്നെയാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പം അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമേ ഇല്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ഹാപ്പിനെസ്സിനെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ട് എന്താ പറയുക, ഉറക്കമില്ലായ്ക, നമ്മൾ രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല, ദുസ്വപ്നം കാണുന്നു, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നുണ്ടേ. അതൊക്കെ മാറി നമുക്ക് സമാധാനമായിട്ടുള്ള ഉറക്കം കിട്ടുന്നു. ഓക്കെ, നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ കാമറാവുന്നു. നിങ്ങൾ പല ആൾക്കാരും മെഡിറ്റേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, അതിനൊരു പുഷ് കിട്ടുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. കാരണം ഈ 9 ഓഫ് സോർട്സിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങൾ നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് പ്രാക്ടീസ് ചെയ്യണം മെഡിറ്റേഷൻ. ഞാൻ ഇങ്ങനെ ചെയ്യണം, എൻ്റെ മൈൻഡിനെ കാമാക്കി വെക്കണം. എൻ്റെ മൈൻഡാണ് പ്രശ്നം, അല്ലാതെ എൻ്റെ റിയാലിറ്റിയിൽ വേറെ പ്രശ്നമില്ല, എൻ്റെ മനസ്സാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ ചില ആൾക്കാർ പറയുന്ന കാര്യത്തെ നമ്മൾ മനസ്സിട്ട് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കറിയില്ല ഇത് ആർക്ക് റെസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് വിഷമമായാൽ നമ്മൾ ചിലപ്പോൾ മറുപടി പറയില്ലായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചും അതിൻ്റെ അപ്പുറത്തെ കാര്യത്തിനെക്കുറിച്ചും അവരുടെ പറയാവുന്ന മറുപടി എന്തൊക്കെയായിരുന്നും അതെല്ലാം നമ്മൾ ആലോചിക്കും. ഇവിടുത്തെ എനർജി അതാണ്. അതിലൂടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഉറക്കം ഉണ്ടാവില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, കണ്ണടച്ച ഉറക്കം വരില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മളെ ഉറക്കം കെടുത്തി എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ 6 മന്ത്സ് നിങ്ങൾ 100% അതിനകത്ത് നിന്ന് ഹീലായി മുന്നോട്ട് വരികയാണ്. ഓക്കെ, പുതിയൊരു ബിഗിനിങ്, നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ചാപ്റ്റർ ഓപ്പൺ അപ്പ് ആവുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഫർദർ എന്ത് മെസ്സേജസ് ആണ് നമുക്കുള്ളതെന്ന്. നെക്സ്റ്റ് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സിനെ കുറിച്ച് സ്പിരിറ്റ് ഗൈഡ്സിന് നമ്മുടെ അടുത്ത് ഉള്ള അടുത്ത ഫർദർ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. സ്പിരിറ്റ്, താങ്ക് യു. നമുക്ക് എന്തൊക്കെയാണ് വേറെ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും പർട്ടിക്കുലർ മെസ്സേജ് ഉണ്ടോ സ്പിരിറ്റ്? ഇറ്റ്സ് നോട്ട് യെറ്റ് ടൈം, തിങ്സ് ആർ ബീങ് വുവൺ. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആരെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കണ്ടോണ്ടിരിക്കുകയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തൊട്ടും കണക്റ്റ് ആകുന്നില്ലെങ്കിൽ ഇത് തന്നെയാണ് മെസ്സേജ്. ഇറ്റ്സ് നോട്ട് യെറ്റ് ടൈം, തിങ്സ് ആർ ബീങ് വുവൺ. നമ്മൾ അതിനുള്ള സമയമായില്ല, അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വാവ്, സ്പോണ്ടേനിയസ്, വാവ്. ഓക്കെ, റിയാലിറ്റിയിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളേ. പിന്നെ ഇത് സ്പോണ്ടേനിയസ് അവേക്കനിങ്, ആക്ടിവേഷൻ, ഇൻ്റഗ്രേഷൻ ടൈം. ചില ആൾക്കാർക്ക് ഞാൻ പറയലേ, അവേക്കനിങ് റീസെൻ്റ്ലി എന്തെങ്കിലും ടൈപ്പ് ഓഫ് അവേക്കനിങ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇത് 100% അവേക്കനിങ്സ് ആയിരുന്നേ. എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ പറയില്ലേ, നമ്മുടെ എനർജിയിൽ തന്നെ ഒരുപാട് വേരിയേഷൻസും ചേഞ്ചസും വരുന്നുണ്ടായിരുന്നു. അത് 100% നിങ്ങളുടെ ആക്ടിവേഷനാണ്. നിങ്ങളുടെ സ്പിരിച്വൽ എനർജി, നിങ്ങൾ സോളുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നു. അതിൻ്റെയൊക്കെ ഒരു എനർജിയാണ് കേട്ടോ. നെക്സ്റ്റ് 6 മന്ത്സ് ചിലർക്ക് സ്പിരിച്വലി ഭയങ്കര ഹ്യൂജ് ചേഞ്ചസ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കി വെക്കുക. നെക്സ്റ്റ് 6 മന്ത്സ് കഴിഞ്ഞിട്ട്, കാരണം നോക്കി വെക്കുന്ന മാത്രമല്ല, നിങ്ങൾ പറ്റുമെങ്കിൽ ജേർണൽ ചെയ്ത് വെക്കുക. ഇന്നത്തെ ഡേറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഇത് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്ന ആ ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ള 6 മന്ത്സിന് ശേഷം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക, എന്തൊക്കെ ചേഞ്ചസ് നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത്രയ്ക്ക് ആക്ടിവേഷൻ്റെ എനർജിയാണ് ബ്ലൂ ഫ്ലെയിം എന്ന് പറയുമ്പോൾ. ഹോറസ് എനർജി, പ്രൊട്ടക്ഷൻ, ലോയൽറ്റി, സേഫ്റ്റി, ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂ മാറിയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഓരോ കാര്യത്തിനും അതിൻ്റേതായ റീസൺ ഉണ്ടെന്നും
ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ റിയാലിറ്റി നടക്കുന്നതെന്നും വിശ്വാസമാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു കൺഫർമേഷനാണ്. വെരി ഇൻട്രസ്റ്റിംഗ് കേട്ടോ, ഒന്നും പറയാനില്ല. വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. ചിലർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണെന്ന്. പേടിക്കുക വേണ്ട, നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. ക്ലെയിം ചെയ്യുക, കാരണം നമ്മൾ പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യുക, നമുക്ക് സ്പിരിറ്റായിട്ട് തരുന്ന പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യുക. എർത്ത് പൾസ് ഓഫ് ദ മദർ, സ്ലോ ഡൗൺ, ടൈം ഇൻ നേച്ചർ. ചിലർക്ക് മെഡിറ്റേഷൻ, നല്ല രീതിയിൽ മെഡിറ്റേഷൻ 100% ചെയ്യണേ. മെഡിറ്റേഷൻ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എനർജിയാണ്. വേറെ എന്തൊക്കെയാണ് നമുക്ക് ഫർദർ നിങ്ങളുടെ ഈ ബ്രാൻഡ് ന്യൂ ഓപ്പണിംഗ് അല്ലെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഇനി വേറെ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കിയതല്ലാണ്ട് വേറെ അഡീഷണൽ എന്തെങ്കിലും ഉണ്ടോ സ്പിരിറ്റെ ലൈഫ് ചേഞ്ചിങ് ഇവൻ്റായിട്ട് ഇവർക്ക് വരാൻ പോകുന്നത്? ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇൻഡിസിഷൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇൻഡിസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതൊരു വളരെ ലൈഫ് ചേഞ്ചിങ് ഇവൻ്റാണ്. കാരണം ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ്, ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് ടാസ്ക്, റൈറ്റ്? അപ്പോൾ അതെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓഗസ്റ്റ് മന്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ചിലർക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മന്തായിരിക്കും ഓഗസ്റ്റ്. ഹാപ്പി ഫാമിലി, നമ്മൾ 10 ഓഫ് കപ്സിൻ്റെ കാർഡ് വന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾക്കൊരു ഫാമിലിയിൽ ഒരു അഡീഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് റിസോൾവ് ആയി നിങ്ങൾ ഹാപ്പി ഫാമിലി എന്നുള്ള ഒരു മോഡിലേക്ക്, ഓക്കെ, ആർക്കെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ഹാപ്പി ഫാമിലി എനർജി. റെസ്റ്റ് ആൻഡ് റെജുവിനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അത് തന്നെയാണ് റെസ്റ്റ് ആൻഡ് റെജുവിനേഷൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റായിട്ടും നമ്മുടെ എനർജി ബാലൻസിങ്. ഓക്കെ, മാസ്കുലിൻ, ഡിവൈൻ മാസ്കുലിൻ ആൻഡ് ഡിവൈൻ ഫെമിനൈൻ എനർജി, ഏഞ്ചൽ ഓഫ് ബാലൻസ്. സോറി, ഞാൻ ഈ ചിരിക്കുന്ന വേറൊന്നും കണ്ടല്ലേ, ഞാൻ നിങ്ങളുടെ എനർജി ബാലൻസിങ് എന്ന് പറഞ്ഞു, ഏഞ്ചൽ ഓഫ് ബാലൻസിൻ്റെ കാർഡ് വന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ എനിക്ക് പറയുമ്പോൾ ഞാനിങ്ങനെ സ്പിരിറ്റ് തന്നെ മെസ്സേജ്, സ്പിരിറ്റ് ഇത് പറയണോ, ഇത് കറക്റ്റാണോ എന്ന് ഞാനിങ്ങനെ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ലീബ്ര കം സ്കോർപ്പിയോൻ്റെ ഇടയ്ക്കുള്ള ഒരാളാണ്. അപ്പം ലീബ്രയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രസ്റ്റ് ചെയ്യാൻ, മനസ്സിലായ? സ്കോർപ്പിയോ ആണെങ്കിൽ അവരുടെ ഇൻറ്റ്യൂഷൻ 100% ട്രസ്റ്റ് ചെയ്യും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷനാണ്. അതെനിക്ക് നിങ്ങൾക്ക് തരുന്ന പല സമയത്തുള്ള മെസ്സേജിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ സ്പിരിറ്റ് എനിക്ക് അടുത്ത അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആ ഒരു റീഡിങ്ങിൽ കാർഡ്സ് എന്നിട്ട് കണ്ടില്ലേ കറക്റ്റാണ് എന്നൊരു കൺഫർമേഷൻ തരും. അപ്പോൾ ഞാൻ ചിരിച്ചു പോകും. അതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്ക് ഒരുപാട് ചിരിക്കാൻ ഇഷ്ടമുള്ള ആളല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചിരിച്ചു പോകും. കാരണം ഈശ്വര, സ്പിരിറ്റ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ശരണ ഇങ്ങനെയല്ല, ഇങ്ങനെ തന്നെയാണ്, നീ വിഷമിക്കല്ലേ, പറഞ്ഞ കറക്റ്റാണ്, ഓൺ പോയിൻ്റ് ആണ് എന്നുള്ള കൺഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ പിന്നെ അതുപോലെ നിങ്ങളുടെ നമ്പേഴ്സ് ഞാനിപ്പോൾ പറയാം. 8, 4, 19, 22, 12 ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. 12 പിന്നെ 10 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരുണ്ടാവും, 4 ഉണ്ടാവാം, അതുപോലെ തന്നെ 3 ഉണ്ടാവാം, 13 ഉണ്ടാവാം, 21, 7, 9 നമ്മൾ ഓൾറെഡി 9 പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ. പിന്നെ 10 ഓഫ് കോഴ്സ് 10 ഉണ്ട്, 10. പിന്നെ അത് മാത്രമല്ലടാ, ഇതിനകത്ത് വരുന്ന ലെറ്റേഴ്സ് TCS ND A ഓക്കെ R ഇത്രയാണ് എനിക്ക് നിങ്ങൾ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് തന്നെയാണെന്നുള്ളൊരു നിങ്ങൾക്കൊരു ഡബിൾ കൺഫർമേഷൻ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഡബിൾ കൺഫർമേഷൻ നോക്കാം. ഫർദർ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സ്പിരിറ്റിന് പറയാനുണ്ടോ? എനിക്കെന്തോ നിങ്ങളുടെയൊക്കെ ഫൈനാൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഫൈനാൻസ് റിലേറ്റ് ചെയ്തിട്ട് ആ ക്യൂൻ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഷഫിൾ ചെയ്തത്. എനിക്കറിയില്ല, ഞാൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫൈനാൻഷ്യൽ ഹെൽത്ത് നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങളുടെ ഫൈനാൻസ് വളരെയധികം ഇമ്പ്രൂവ് ആവും. ട്രസ്റ്റ് ചെയ്യുക. യെസ് എന്ന് പറഞ്ഞാൽ ഹോം. ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഹോം നിങ്ങൾ മാനിഫെസ്റ്റ്. ഹാപ്പി ഫാമിലിയിൽ ഹോമിൻ്റെ എനർജി ഉണ്ട്. സോറി, ഞാനത് മിസ്സാക്കി സ്പിരിറ്റ്. അതുകൊണ്ട് നമുക്ക് ഹോം, ചില ആൾക്കാർക്ക് ഹോം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈഫ് ചേഞ്ചിങ് ഇവൻ നിങ്ങളുടെ ന്യൂ ഹോം. കൺഗ്രാജുലേഷൻസ്, ഞാനാണ് ഫസ്റ്റ് ആൾ നിങ്ങളുടെ അടുത്ത് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പുതിയ വീടിന് വേണ്ടിയിട്ട്. അടിപൊളി. ടാലൻറ്റ് നിങ്ങൾ ഞാൻ പറയല്ലേ ഡിസിഷൻ എടുക്കുന്നു. നിങ്ങളുടെ ആ ഒരു പല ടാലൻസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കൊണ്ടുവരുന്നു. ഓക്കെ, മുന്നോട്ട് കൊണ്ടുവരുന്നു, റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നു. ട്രാവൽ ഞാൻ ട്രാവലിൻ്റെ കാർഡിൽ തന്നെ വെക്കാം. ഈ 2 കാർഡ്സിനകത്തും എനിക്ക് ഫീൽ ചെയ്ത എനർജി ട്രാവലാണ്. ഡെഫിനറ്റ്ലി ട്രാവൽ നിങ്ങളുടെ ആ ഒരു വിഷമം ഇതെല്ലാം കംപ്ലീറ്റ് ആവുന്നു. നമുക്ക് ഉറക്കമില്ലാത്ത സിറ്റുവേഷനിലാണ് മാറി നിങ്ങൾ വളരെ ഹാപ്പി പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ മാറുന്നു. ട്രാൻസ്ഫർമേഷൻ
ഒരിക്കലും ഡൗട്ടേ വെക്കണ്ട. ട്രാൻസ്ഫോർമേഷൻ ഒരു ബാഡ് എനർജി അല്ല ഗൈസ്, ഏറ്റവും ബെസ്റ്റ് എനർജി ടു ഗെറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമായിരുന്നു, കാരണം മാറ്റം നമുക്ക് അതുപോലെ ബട്ടർഫ്ലൈസ് എസ്പെഷ്യലി എനിക്ക് യെല്ലോ ബട്ടർഫ്ലൈ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നു. ബ്ലൂ നിങ്ങൾ എല്ലാവരും കാണുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊരു ഇതല്ല, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ബ്ലൂ ഞാൻ കാണാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ്, നിങ്ങളുടെ റീഡിംഗ് ആണ്. എടുക്കുക, ഫുൾ എനർജീസ് നിങ്ങൾ തന്നെ കൊണ്ടുപോവുക. ലൈഫ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹോം, ഹാപ്പി ഫാമിലിയിൽ ട്രാവൽ, ഒന്നും പറയാനില്ല. ലൈഫ് ചേഞ്ചിങ് എന്ന് ഞാൻ ഈ ഇവൻ്റ് സ്പിരിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും എനർജീസ് വെച്ചിട്ടാണ് സ്പിരിറ്റ് പറയുന്നത്, എനിക്ക് കത്തിയില്ല. ഗൈഡൻസ്, ഫൈനൽ ഗൈഡൻസ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. നിങ്ങൾ ഇൻഡിസിഷനിൽ നിന്ന് മാറി നിങ്ങളുടെ നെക്സ്റ്റ് 6 months നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു. ടൈം ഫോർ ഹീലിംഗ്. 9 of Swordsൻ്റെ കാർഡ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഹീലാവുന്നു, ഹീലിംഗ് എനർജിയിലേക്ക് വരുന്നു. ആൻഡ് ബാലൻസിങ് സ്പിരിച്വാലിറ്റി, പല ആൾക്കാരുടെയും സ്പിരിച്വൽ എനർജീസ് എല്ലാം ബാലൻസ് ചെയ്യുന്നു നിങ്ങൾ. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ആൻഡ് സറണ്ടർ ടു ദ ഡിവൈൻ, അത് ഭയങ്കര വലിയ എനർജിയാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യുന്നു നെക്സ്റ്റ് 6 months. ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാർഡ് ആക്കണം എന്ന് എനിക്ക് സീരിയസ്ലി ആഗ്രഹമുണ്ട്. കാരണം ഇതിനേക്കാൾ നെക്സ്റ്റ് 6 months ലൈഫ് ചേഞ്ചിങ് ഇവൻ്റ് വേറെ ഉണ്ടോ എനിക്കറിയില്ല. നിങ്ങൾക്ക് എത്രത്തോളം അത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സൂപ്പർ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാനിത് കളക്റ്റീവ് റീഡിംഗ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ആളല്ല. പക്ഷേ ഈ പറഞ്ഞിട്ട് പൈൽ റീഡിങ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്പിരിറ്റ് പറഞ്ഞു ഇത് കളക്റ്റീവായിട്ട് ചെയ്താൽ മതി. കാരണം എൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നവർ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഭയങ്കര ഹ്യൂജ് ആൾക്കാരാണ്, എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻറ്റ്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേഞ്ചസ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി വേറെ ലെവലിലേക്ക് മാറുന്നു. നെക്സ്റ്റ് 6 months വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, വളരെ സിഗ്നിഫിക്കൻ്റ്. ചില ആൾക്കാർക്ക് ഹോം, ഹാപ്പി മാരേജ്, ഓക്കെ, മാരേജിൻ്റെ എനർജി ഉണ്ട്. ഹാപ്പി മാരേജ്, 10 of Cups ഹാപ്പി മാരേജ്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രഗ്നൻസി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സിൽ എത്തട്ടെ എന്ന് ഞാൻ സീരിയസ്ലി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ 14th ഞാൻ ലൈവ് വരും. 14th ടൈം ഞാൻ പറയാം. നിങ്ങളെല്ലാവരും കണക്ട് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന നെക്സ്റ്റ് 6 months അടിപൊളി ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന്. എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ റീഡിങ്. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഈ റീഡിങ്. ഞാൻ സത്യം പറഞ്ഞാൽ സ്പിരിറ്റ് തന്ന ചില സബ്ജക്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും സ്പിരിറ്റ് ഇത് എന്ത് സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നും. ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് നമ്മൾ നെക്സ്റ്റ് 6 months എടുത്തപ്പോൾ ഈ ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് എന്താണെന്ന് തോന്നി. ബട്ട് താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ഗൈഡൻസ് ഭയങ്കര, ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. എനിക്ക് ഇത്രയും നല്ല എനർജീസ് റീഡ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി തന്നു. താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് ഹിയർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ, ബൈ.